സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. ന്യൂയോർക്കിലെ ഒരു മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു അട്രാക്ഷനാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. സ്റ്റാച്യു ഓഫ് ലിബർട്ടി നമുക്ക് പല വിധത്തിൽ എക്സ്പ്ലോർ ചെയ്യാം. ബോട്ടിംഗ് ടൂർ എടുത്ത് നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാം. അതല്ലെങ്കിൽ സ്റ്റാച്യു വിസിറ്റ് ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കാം. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഐലൻഡ് ഫെറി മുഖാന്തരം നമുക്ക് കാണാൻ പറ്റും. അല്ല, അകലെ നിന്ന് നമുക്ക് സ്റ്റാച്യു കാണാൻ പറ്റും. ഇതിൽ സ്റ്റാച്യു നേരിട്ട് പോയി കാണുന്നതാണ് ഏറ്റവും നല്ല അനുഭവം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണണമെങ്കിൽ നമ്മൾ രാവിലെ തന്നെ പോകണം. എന്നാലേ ടിക്കറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ടിക്കറ്റ് കിട്ടിയാൽ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഫെറിക്കായിട്ട് കാത്തു നിൽക്കണം. ഈ ടിക്കറ്റിൽ നമുക്ക് 2 ഫെറിയിലോട്ടുള്ള സർവീസും എല്ലീസ് ഐലൻഡ് നാഷണൽ മ്യൂസിയം കാണാനുള്ള അഡ്മിഷൻ ടിക്കറ്റും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പെഡസ്റ്റൽ വ്യൂ ആണ് എടുത്തത്. ഇതിൽ പെഡസ്റ്റൽ വ്യൂവും ക്രൗൺ വ്യൂവും അവൈലബിൾ ആണ്. ക്രൗൺ വ്യൂ പെട്ടെന്ന് ടിക്കറ്റ് കഴിഞ്ഞു പോകും. 500 പേർക്ക് മാത്രമേ ക്രൗൺ വ്യൂ കാണാനുള്ള ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ഫിസിക്കലി ഫിറ്റായുള്ളവർ മാത്രമേ ക്രൗൺ വ്യൂവിലോട്ട് കടത്തുകയുള്ളൂ. പെഡസ്റ്റൽ വ്യൂ കാണുന്നതിന് എലിവേറ്റർ സൗകര്യം ലഭ്യമാണ്. എന്നാൽ ക്രൗൺ വ്യൂ ലഭിക്കണമെങ്കിൽ പിന്നീടും സ്റ്റെപ്സ് കയറി മുകളിലോട്ട് പോകണം. ഇത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലീസ് ഐലൻഡിൽ മ്യൂസിയം കാണാനാണ് പോയത്. എല്ലീസ് ഐലൻഡ് നാഷണൽ മ്യൂസിയം ഓഫ് ഇമിഗ്രേഷൻ നമ്മൾ മസ്റ്റായിട്ടും കാണേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന ഗ്രേറ്റ് ഹാൾ, രജിസ്റ്റർ റൂം, ബാഗേജ് റൂം, ട്രഷേഴ്സ് ഫ്രം ഹോം ഇതെല്ലാം കാണാൻ പറ്റും. ഇവിടെ 12 മില്യൺ ഇമിഗ്രൻസ് പ്രോസസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.